ഇനി നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് യൂസസ് നോക്കാം. ഒരു 3 യൂസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓരോന്നായിട്ട് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ യൂസ്, ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് എനർജി ഫ്രം ദ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ടു ദ കൺസ്യൂമേഴ്സ്. നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അവിടെ ഒരു AC ജനറേറ്റർ ഉണ്ടായിരിക്കും. ഈ ഡാമുകളിലൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് പെൻസ്റ്റോക്ക് പൈപ്പിൽ കൂടി വരുന്നു. അപ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അത് നേരെ നമ്മുടെ ടർബൈനിൽ വന്ന് ഇടിക്കുന്നു. അപ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. AC ജനറേറ്ററിൻ്റെ ആർമേച്ചർ തിരിയുന്നു. അപ്പോൾ ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ആ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. പക്ഷെ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. ആ AC ജനറേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറണ്ട്, അതല്ലെങ്കിൽ അവിടെയുള്ള ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, അത് ആ സ്ഥലത്ത് വെച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. അത് നേരിട്ടല്ല എത്തുന്നത്. ആ AC ജനറേറ്റർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഒരുപക്ഷെ അതൊരു 11,000 വോൾട്ടൊക്കെ ആക്കി മാറ്റും. വളരെയധികം വലിയ ഒരു വോൾട്ടേജ് ആക്കി മാറ്റും. അതിനുശേഷം സബ് സ്റ്റേഷൻസിലേക്കാണ് എത്തുന്നത്. ഒരുപക്ഷെ ഓരോ ജില്ലകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്തൊക്കെ ഒരുപക്ഷെ സബ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ സബ് സ്റ്റേഷൻസിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് അത് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വീണ്ടും നമ്മുടെ 230 വോൾട്ടാക്കി മാറ്റിയിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? പവർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പവർ P=VI, അല്ലെങ്കിൽ വിക്ക് പറഞ്ഞാൽ IR കൊടുത്തു കഴിഞ്ഞാൽ P=I²R എന്ന് എഴുതാം. അപ്പോൾ I²R, I കറൻറ്റ്, R റെസിസ്റ്റൻസ്. അപ്പോൾ പവർ I²R എന്ന് പറഞ്ഞ ഇക്വേഷനിൽ അവിടെ പവർ ലോസ് കുറയ്ക്കണമെങ്കിൽ കറൻറ്റ് കുറയ്ക്കണം. ഇവിടെ നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റിംഗ് EMF ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അതാണ് ജനറേറ്റിംഗ് സ്റ്റേഷൻ, ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഈ വോൾട്ടേജിനെ കൂട്ടുകയും കറൻറ്റിനെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് P=I²R എന്ന് പറഞ്ഞ ഇക്വേഷനിൽ I കുറയും, പവർ ലോസ് കുറയും. അതിനുശേഷം ഒരുപാട് ദൂരം സഞ്ചരിച്ച് അത് സബ് സ്റ്റേഷൻസിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് ലോക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ വരുന്നത് ഒരു പക്ഷേ 11,000 വോൾട്ടൊക്കെ ആയിരിക്കും. അതിനെ ഡയറക്റ്റായിട്ട് വീടുകളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സബ് സ്റ്റേഷൻസിൽ എന്ത് ചെയ്യും? അവിടെയുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വീണ്ടും അത് ചെറുതാക്കി നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് അവിടെയുള്ള പവർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു യൂസ് അവിടെ കൊടുത്തിരിക്കുന്നത്, സ്മോൾ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസസ്. ഒരുപക്ഷെ നമ്മൾ പഴയ റേഡിയോയോ അതല്ലെങ്കിൽ ടെലിവിഷനോ ഒക്കെ നമ്മൾ ഒന്ന് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ചെറിയ ട്രാൻസ്ഫോമേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് അതിൻ്റെ പർപ്പസ്. 230 വോൾട്ടാണ് നമ്മുടെ വീടുകളിൽ സാധാരണ എത്തിച്ചേരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ, അതല്ലെങ്കിൽ വോൾട്ടേജ്. അത് ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില ഡിവൈസുകൾ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ അത്ര ആവശ്യം വരില്ല. വല്ല 12 വോൾട്ടോ 24 വോൾട്ടോ 6 വോൾട്ടോ ഒക്കെ മതിയാകും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ വീണ്ടും ചെറുതാക്കണം. 230 വോൾട്ടിനെ വീണ്ടും ചെറുതാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ചെറിയ ട്രാൻസ്ഫോമറുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്മോൾ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസസ്. വളരെ പണ്ട് കാലത്ത്, ഇപ്പോൾ കറണ്ടിൽ കുത്തുന്ന റേഡിയോ, അതല്ലെങ്കിൽ കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടെലിവിഷൻ, അതല്ലെങ്കിൽ വളരെ ചെറിയ മ്യൂസിക് സിസ്റ്റം കറണ്ടിൽ കുത്തുന്നത് വേണം. എന്നാലാണ് 230 വോൾട്ടിനെ അവിടെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ ചെറിയ ട്രാൻസ്ഫോമറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനത്തെ ഒരു പോയിൻറ്റും കൂടിയുണ്ട്, ഇൻ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. സാധാരണഗതിയിൽ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകില്ല. സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ സാധാരണ ഇതിൽ TV, കമ്പ്യൂട്ടർ, റെഫ്രിജറേറ്റർ, AC, എയർ കണ്ടീഷണർ, ഇവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സ്റ്റെബിലൈസറുകൾ വെച്ച് കൊടുക്കാറുണ്ട്. അവിടെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറുകളാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനൊക്കെ അവിടെ ട്രാൻസ്ഫോമർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇൻ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഫോർ TV, കമ്പ്യൂട്ടർ, റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണർ, ഇവിടെയൊക്കെ. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ഡിവൈസുകളുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഡിവൈസുകളുടെ പേരുകൾ എഴുതിയെന്നുള്ളൂ. ഈ ഡിവൈസുകളിലൊക്കെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, അതല്ലെങ്കിൽ സ്റ്റെബിലൈസറുകളിലും ആരും ഉപയോഗിക്കുന്നുണ്ട്? ട്രാൻസ്ഫോമറുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂസസ്.